ഹായ് ഓൾ, നമ്മൾ എങ്ങനെയാണ് അവഞ്ചേഴ്സ് NFT-യിലെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ കാർഡ് പർച്ചേസിങ്ങും NFT ബൈയും ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആരെങ്കിലും നമ്മുടെ ഒരു അപ്ലൈനർ ലിങ്ക് തന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. വാട്സപ്പിൽ ലിങ്കിൽ പോയിട്ട് നമ്മളിത് ജസ്റ്റ് കോപ്പി ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് വാലറ്റാണോ എടുക്കുന്നത് ആ വാലറ്റ് ഓപ്പൺ ചെയ്യാം. ട്രസ്റ്റ് വാലറ്റോ ടോക്കൺ പോക്കറ്റോ മെറ്റാമാസ്കോ ഏത് വാലറ്റ് വേണമെങ്കിലും നമ്മൾ എടുക്കാം. ഞാനിവിടെ ടോക്കൺ പോക്കറ്റാണ് എടുക്കുന്നത്. ടോക്കൺ പോക്കറ്റിൽ ജസ്റ്റ് എനിക്കൊരു $150 അതുപോലെ തന്നെ കുറഞ്ഞ BNB ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ലിങ്ക് നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവഞ്ചേഴ്സ് NFT-യുടെ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഇവിടെ അവരുടെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള NFTs ഉണ്ട്. താഴോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്കിപ്പോൾ 0 ആണ്. നമുക്ക് ആദ്യം കാർഡ് പർച്ചേസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് NFT ബൈ ആൻഡ് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇൻഫിനിറ്റി ബേസ് എന്നും ഇൻഫിനിറ്റി പ്രോ, ഇൻഫിനിറ്റി പ്രീമിയം, VIP, ഡയമണ്ട് ഇങ്ങനെയുള്ള 5 കാർഡുകളാണുള്ളത്. അപ്പം നമ്മൾ ഏത് കാർഡാണോ എടുക്കുന്നത് ആ കാർഡിൽ ജസ്റ്റ് പർച്ചേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കാർഡ് പർച്ചേസ് ആവും. അപ്പം ജസ്റ്റ് കൺഫേം കൊടുത്ത് നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺഫേം ആവും. ഞാൻ ഓൾറെഡി ഇവിടെ ബേസ് പ്ലാൻ എടുത്തത് കൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാത്തത്. ഓൾറെഡി ഞാനിവിടെ ബേസ് പ്ലാൻ എടുത്തിട്ടുണ്ട്. നിലവിൽ നമ്മുടെ കയ്യിൽ $20 ബേസ് പ്ലാൻ എടുത്തിട്ട് നമുക്ക് $200 വരെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ കാർഡ് എടുത്ത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫിനിറ്റി ഏത് കാർഡാണോ എടുക്കുന്നത് അതിവിടെ ആക്റ്റീവ് എന്ന് കാണിക്കും. ജസ്റ്റ് നമ്മൾ ബാക്കി NFT പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നത് നമ്മൾ കാണിക്കും. ജസ്റ്റ് നമ്മൾ ബാക്കി NFT പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നത് നമ്മളിവിടെ മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റർ NFTയും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ NFTയും ഓൺഡും സോൾഡും കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ഒരെണ്ണം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ലോക്കായിരിക്കും. ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ഒരെണ്ണം അല്ലെങ്കിൽ 10 എണ്ണം മിനിമം നമുക്ക് എടുക്കാൻ പറ്റുക. ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആവും. ജസ്റ്റ് നമുക്ക് 50ൻ്റെ ഒരു NFT ബൈ ചെയ്യാം. കൺഫേം കൊടുക്കുക. പർച്ചേസായി. നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ അത് പർച്ചേസായി. ഇനി നമ്മുടെ സൈറ്റിലും കൂടെ പർച്ചേസ് ചെയ്യാനുള്ള അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കോൺട്രാക്റ്റ് അപ്രൂവ് ആയി. ട്രാൻസാക്ഷൻ സബ്മിറ്റ്, വെയിറ്റ് ഫോർ കൺഫർമേഷൻ. ഓക്കെ, NFT പർച്ചേസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ജസ്റ്റ് മിനിമം 1 എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി 10 എണ്ണം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഓൾറെഡി ഇത് ഞാൻ ബൈ ചെയ്തു. ഇനി എനിക്ക് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എനിക്കിനി മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് എടുക്കാം. ക്രിയേറ്റേഴ്സിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് 10 എണ്ണം എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പോയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഒരെണ്ണം എടുത്തതുകൊണ്ട് എനിക്കിവിടെ ലോക്ക് ഒഴിവായി. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ പോകുമ്പോൾ മാർക്കറ്റ് പ്ലേസിൽ ഇതാ ഇഷ്ടംപോലെ NFTs ഉണ്ട്. താഴോട്ടേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ NFTs ഉണ്ട്. പല റേറ്റിൻ്റെ NFT ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 50ൻ്റെ ഒരു 52ൻ്റെ ഒരു NFT അല്ലെങ്കിൽ 54ൻ്റെ ഒരു NFT എടുക്കാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തു. ഒന്നുകൂടെ അപ്രൂവ് ചെയ്തു. അപ്പം ഇതെന്തായി, ബൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള 2 NFT, നമ്മളിപ്പോൾ 2 NFT ആണ് വാങ്ങിയിട്ടുള്ളൂ. ആ 2 NFT നമുക്കിവിടെ കാണാൻ പറ്റും. ലിസ്റ്റ് NFT എന്ന് രണ്ടിലും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്രയാണോ എമൗണ്ടിന് വേണ്ടത് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 50ൻ്റെ NFT എടുത്തു. 50ൻ്റെ NFT ഞാൻ ബേസ് പ്ലാൻ ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4% മാത്രമേ എമൗണ്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 4 തന്നെ ഇടാം. ഏറ്റവും മാക്സിമത്തിൽ ഇട്ടിട്ട് ലിസ്റ്റിംഗ് ഫോർ സെയിൽ കൊടുത്തു. കോൺട്രാക്റ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. 4% ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ള 2 NFTസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടേത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺലിസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് കുറഞ്ഞ 4% മാറി നമുക്ക് 2%-നോ 1%-നോ ലിസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഓപ്ഷനാണ് അൺലിസ്റ്റ്. ഇനി ഇവിടെ നമുക്ക് സോൾഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സോൾഡിൽ വന്നിട്ട് നമ്മുടെ ഈ 2 NFTയും കിടക്കും.
ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ എങ്ങനെയാണ് ബൈ ചെയ്യുന്നതെന്ന് കണ്ടു. ഫസ്റ്റ് വരുന്ന ഒരാൾ കാർഡ് ആദ്യം പർച്ചേസ് ചെയ്യണം. കാർഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് 1 അല്ലെങ്കിൽ 10 നമുക്ക് എടുക്കാം. നമ്മൾ 1 എടുത്തു, എന്നിട്ട് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് NFT ബൈ ചെയ്യുന്നത്. അപ്പോൾ 24 ഹവറിനുള്ളിൽ നമുക്ക് ഇത് സെല്ലായിട്ട് നമ്മുടെ ടോക്കൺ പോക്കറ്റിൽ മെയിൻ അക്കൗണ്ടിലേക്ക് വന്നോളും.